പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹോദരന്മാർ, CPI 1.5 ദശകത്തിലേറെയായി കേരളീയ പൊതുസമൂഹത്തിൽ, വിശേഷിച്ച് മലപ്പുറം ജില്ലയിലെ ജനങ്ങളോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വികസന അജണ്ടയാണ് മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയൊരു ജില്ല രൂപീകരിക്കണം എന്നത്. അതിൻ്റെ ആവശ്യകത ആ സമയത്ത് 16 വർഷം മുമ്പ് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടന്ന് നമ്മൾ വീട് വീടാന്തരം കയറിയിറങ്ങി ലഘുലേഖകൾ കൊടുത്തു. ജില്ലയിലെ പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകളിലൊക്കെ ഇത് സംബന്ധിച്ചുള്ള ലഘുലേഖകൾ വിതരണം ചെയ്തു. സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള ആളുകളുമായി നാം ആശയവിനിമയം നടത്തി. പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പത്രപ്രവർത്തകർ, കളക്ടർ അടക്കമുള്ള ഭരണ തലപ്പത്തുള്ള ആളുകൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, MLA മാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികൾ അടക്കമുള്ള ഈ രാജ്യത്തെ ഈ ജില്ലയെ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെയും ഭരണകർത്താക്കളെയും ഒക്കെ നേരിൽ കാണുകയും അവരുമായി ഒക്കെ ആശയവിനിമയം നടത്തി ഈ വികസന അജണ്ട അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ അന്ന് ഈ ആശയത്തിന് വലിയൊരു പിന്തുണയൊന്നും നമുക്ക് ലഭിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, പല തലങ്ങളിൽ നിന്നും ഇതിനെതിരിൽ നിലപാടുകളും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കാലം മാറി. 16 വർഷം മുമ്പ് ഈ പാർട്ടി എടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് ബോധ്യപ്പെടാൻ ഇത്രയും കാലയളവ് വേണ്ടി വന്നു, 15 കൊല്ലം. ഇന്നലെ UDF-ന്റെ ജില്ലാ കമ്മിറ്റി മലപ്പുറം ജില്ലയുടെ വിഭജനവും പുതിയ ജില്ലാ രൂപീകരണവും ആവശ്യമാണ് എന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. 15 കൊല്ലമെടുത്തെങ്കിൽ പോലും അവർക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. മറ്റു പലർക്കും അത് ഇപ്പോഴും അതിന്റെ ബോധ്യം ഉണ്ടായിട്ടില്ല. ഇതൊരു പുതിയ ആശയമായിട്ടാണ് പലരും ഇതിനെ അന്ന് കണ്ടത്. എന്തോ ഈ സമൂഹത്തിൽ ഒരു കുഴപ്പമുണ്ടാക്കുന്ന, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തോ ഒരു പ്രശ്നമാണ് SCPI-ക്കാർ മുന്നോട്ട് വെക്കുന്നത് എന്ന രീതിയിലായിരുന്നു അന്ന് ഇതിനെ അവതരിപ്പിച്ചിരുന്നത്. പക്ഷെ നമ്മൾ കാര്യങ്ങളെക്കുറിച്ചൊന്ന് പഠിപ്പിച്ചപ്പോൾ, അങ്ങനെ തന്നെ പറയണം, പഠിപ്പിച്ചപ്പോൾ എല്ലാവർക്കും ബോധ്യമായി നിങ്ങളാണ് ശരി എന്ന്. അതങ്ങനെ തന്നെയാണ്. ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്തെന്ന്, ഈ രാജ്യം ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്തെന്ന് ഈ സമൂഹത്തെ ആദ്യമായി ബോധ്യപ്പെടുത്തിയ പാർട്ടി SDPI-യാണ്. നമ്മൾ ഈ പാർട്ടിയുടെ മുദ്രാവാക്യം നമ്മൾ രൂപീകരിച്ച ആ വർഷം 2009 ഈ പാർട്ടി രൂപീകരിച്ചപ്പോൾ വിളിച്ച മുദ്രാവാക്യം പോലും അന്ന് ആളുകൾക്ക് അത്ര അങ്ങോട്ട് ദഹിച്ചിരുന്നില്ല. പക്ഷെ പിന്നെ പലത് ഏറ്റുപിടിച്ചു. രാജ്യം ഭരിച്ച പാർട്ടികളും രാജ്യത്തെ ഒരുപാട് വർഷക്കാലം ഈ രാജ്യത്ത് ഭരിച്ച കോൺഗ്രസ് പാർട്ടി അടക്കം നമ്മുടെ മുദ്രാവാക്യമാണ് പിന്നീട് ഏറ്റെടുത്ത് നടത്തിയത്. അതിനർത്ഥം നമ്മൾ കാലത്തിന് മുമ്പേ നടക്കുന്നവരാണ്. നമ്മൾ ഈ രാജ്യത്തോട് സംവദിക്കുന്നതും സംസാരിക്കുന്നതും ആവേശപ്പുറത്തല്ല, കൃത്യമായ നിലപാടുകളോടുകൂടിയാണ് നമ്മൾ പറയുന്നത്. കേരളത്തില് 14 ജില്ലകളുണ്ട്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. 1984-ലാണ് നമ്മുടെ സംസ്ഥാനത്ത് അവസാനമായൊരു ജില്ല വന്നത്, കാസർഗോഡ്. ഒരു ചെറിയ കണക്ക് നമ്മൾ പരിശോധിക്കണം അത് പറയുമ്പോൾ. 1984
കേരളത്തിന്റെ വടക്കേയറ്റം കർണാടകയോട് ചേർന്ന് കിടക്കുന്ന പകുതി, അതിന് കർണാടകത്തിലെ കാസർഗോഡിന്റെ നല്ലൊരു ശതമാനം ആളുകളും കന്നഡ സംസാരിക്കുന്നവരാണ്. അവർക്കൊരു മംഗലാപുരം കൾച്ചറുള്ള പ്രദേശമാണ് കാസർഗോഡ്. ആ വടക്കേ അറ്റത്തെ ജില്ലയുടെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു പുതിയ ജില്ല രൂപീകരിച്ചത്. അപ്പൊ ജില്ല രൂപീകരിക്കുന്നത് ഒരു നാടിന്റെ വികസനത്തിനാണ് എന്നതിൽ പിന്നെ വേറെ വർത്താനമില്ല, അതിന് ധാരാളം മതി. 1984 കേരളത്തിൽ 14 ജില്ലകളാണ് ഉള്ളത്. കേരളത്തിൽ ജനസംഖ്യ അന്നത്തെ കണക്കനുസരിച്ച് 2011 സംസ്കരിച്ച് 3.3 കോടി ജനങ്ങളാണുള്ളത്. 1984 ഞാനത് ഒന്ന് ശ്രദ്ധിക്കണം. 1984 കേരളത്തിൽ 14 ജില്ലകളുണ്ട്. ആ 1984 നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ പരിശോധിക്കാം. തൊട്ടടുത്ത അയൽ സ്റ്റേറ്റുകൾ ഒന്ന് കർണാടകയാണ്. 1984 കർണാടകയിൽ 19 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. അവിടെ ജനസംഖ്യ കൂടുതലുണ്ട്, 6.1 കോടി ജനങ്ങളുണ്ട്. പക്ഷെ 19 ജില്ലകളെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇപ്പോൾ 2026 സംസാരിക്കുമ്പോൾ അവിടെ 31 ജില്ലകൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 1984 കേരളത്തിന് മലപ്പുറം കാസർഗോഡ് ജില്ല രൂപീകരിച്ചപ്പോൾ കർണാടക ജില്ല 19 ആയിരുന്നുവെങ്കിൽ അതിപ്പോ 12 ജില്ലകൾ കൂടി 31 ആയിട്ടുണ്ട്. കേരളത്തിൽ പിന്നെ ജില്ല കൂടിയിട്ടില്ല. തമിഴ്നാട്ടിൽ 7.2 കോടി ജനങ്ങളുണ്ട്. 1984 കാസർഗോഡ് ജില്ല രൂപീകരിക്കുന്ന അന്ന്, ഞാൻ വീണ്ടും പറയുന്നത് കേരളത്തിൽ അവസാനമായി രൂപീകരിച്ച ജില്ല കാസർഗോഡ് ആയതുകൊണ്ടാണ്. ഇത് ജില്ല രൂപീകരിച്ചിട്ടില്ല. അപ്പൊ 1984 കാസർഗോഡ് ജില്ല രൂപീകരിക്കുമ്പോൾ തമിഴ്നാട്ടില് 16 ജില്ലകളെ ഉണ്ടായിരുന്നുള്ളൂ. 2026 നമ്മൾ സംസാരിക്കുമ്പോൾ തമിഴ്നാട്ടില് 38 ജില്ലകളുണ്ട്. കേരളത്തിൽ 14 ജില്ലകൾ തന്നെ നിൽക്കുകയാണ്, അത് മാറിയിട്ടില്ല. തമിഴ്നാട്ടിൽ 16 ഉള്ളത്. 1984 കേരളത്തിൽ കാസർഗോഡ് ജില്ല പ്രഖ്യാപിച്ചപ്പോൾ അന്ന് തമിഴ്നാട്ടിൽ 16 ജില്ലകളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് 2026 38 ജില്ലകളുണ്ട്. 2014 വേറെ കണക്ക് പറഞ്ഞു. 2014 എന്ന് പറയുമ്പോൾ അങ്ങനെ പറയേണ്ടി വന്നത് 2014 പിന്നെ ആന്ധ്ര സംസ്ഥാനം തെലങ്കാനയും ആന്ധ്രയുമായിട്ട് വിഭജിച്ചത്. അന്ന് 2014 1984 കഴിഞ്ഞ് 20 കൊല്ലം കഴിഞ്ഞിട്ടാട്ടോ. അത് ഒന്നുകൂടി മനസ്സിലാക്കണം. 1984 കാസർഗോഡ് ജില്ല രൂപീകരിച്ച് 20 കൊല്ലം കഴിഞ്ഞ് 2014 തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ അന്ന് അവിടെ 10 ജില്ലകളെ ഉണ്ടായിരുന്നുള്ളൂ. 12 വർഷങ്ങൾക്ക് ശേഷം തെലങ്കാനയിൽ 33 ജില്ലകളുണ്ടായി. അതിന്റെ മദർ സ്റ്റേറ്റായ ആന്ധ്രയിൽ അത് വിഭജിക്കുമ്പോൾ 23 ജില്ലകളാണ് ആകെ ആന്ധ്രയിലുണ്ടായിരുന്നത്. അതിൽ 10 ജില്ലകൾ തെലങ്കാനയിലേക്ക് പോയി, 13 ജില്ലകൾ ആന്ധ്രയിലേക്ക് വന്നു. അതിലുണ്ടായി നിലനിന്നു. ആ 2014 13 ജില്ല ഉണ്ടായത് ഇന്ന് 2026 അവിടെ 26 ജില്ലകളുണ്ട്. ഇരട്ടി. ഇതൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ മുഴുവനും കർണാടക, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര, നമ്മുടെ ഏറ്റവും അടുത്ത ഏറ്റവും നിയറസ്റ്റ് സ്റ്റേറ്റുകൾ അതാണ്. നമ്മൾ UP-യും ജാർഖണ്ഡും ബീഹാറും ഒന്നും സംസാരിക്കണ്ട. നമ്മുടെ അവിടെ സംസാരിക്കുമ്പോൾ പറയാം അവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറയാനുണ്ടാവും. ഒരു കൾച്ചർ കൊണ്ട് തന്നെയും ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് സമാനമായ സാംസ്കാരികമായ പൈതൃകമുള്ളവരാണ്, ഒരേ പൈതൃകമുള്ളവരാണ് ഏറെക്കുറെ. നമ്മുടെ ഭാഷ പോലും തമിഴിൽ നിന്നുണ്ടായതാണെന്ന് പറയപ്പെടുന്നത്. അപ്പൊ ആ തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലും തെലങ്കാനയിലും 984 ഉള്ളതിനേക്കാളും ഇരട്ടിയിലധികം ജില്ലകളുണ്ടായിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ മാത്രം ജനസംഖ്യ ഒരുപാട് കൂടിയിട്ടുണ്ട്. നമ്മൾ ജനസംഖ്യയിൽ കുറവൊന്നും ആയിട്ടില്ല. മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഉപരി ഒരു പടി മുന്നിൽ ജനസംഖ്യാ വർധനവിൽ കേരളമുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഇത്രയൊക്കെ വർധനവുണ്ടായിട്ടും മറ്റു സംസ്ഥാനങ്ങളിൽ ഈ രീതിയിലുള്ള പുതിയ പുതിയ ജില്ലകൾ വന്ന് ആ സ്റ്റേറ്റിന്റെ വികസന പ്രക്രിയയുടെ വികേന്ദ്രീകൃതമായ ഒരു ശൈലി രൂപപ്പെടുത്തി ജനങ്ങൾക്ക് ഭരണ സംവിധാനം അവർക്ക് കൈയെത്തും ദൂരത്തേക്ക് എത്തിച്ചു കൊടുത്തപ്പോ
കേരളം ഇപ്പോഴും ഇതിനോട് ഇത്തരം ഒരു വികസന കാഴ്ചപ്പാടിനോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാകുന്നില്ല എന്നത് ഒരു കുറ്റകരമായ ഒരു വികസന മുരടിപ്പാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ 2010 ഈ വിഷയം കേരളീയ സമൂഹത്തോടും മലപ്പുറം ജില്ലയോടും സംവദിച്ചപ്പോൾ അന്ന് മുഖം തിരിഞ്ഞവർ ഇന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ അതിന് 1.5 ദശകം കാലമെടുത്തു. ശരിയാണ്, STP പറഞ്ഞത് ശരിയാണ്. STP പറഞ്ഞത് ശരിയാണെന്ന് പറയാനുള്ള ആ ഒരു വാചകമൊക്കെ ഒരേ വായന കൊണ്ട് കിട്ടാൻ കുറച്ച് പണിയൊക്കെ ഉണ്ടാവും. പക്ഷേ മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് പറയാൻ, പുതിയ ജില്ല വേണമെന്ന് പറയാൻ അവർക്ക് പ്രയാസം ഇപ്പോഴില്ല. STP സമരം വീണ്ടും പുനരാരംഭിക്കുന്നത്, വീണ്ടും ഇത് അവസാനിപ്പിച്ചിട്ടില്ല നമ്മൾ, പക്ഷേ നിർത്തിവെച്ച സമരം വീണ്ടും പുനരാരംഭിക്കുന്നത് ഈ ജില്ലയോട് കടപ്പാടുണ്ടാകേണ്ടവർ, ഞാൻ അടിവരയിട്ട് പറയാണ്, ഈ ജില്ലയോട് കടപ്പാടുണ്ടാകേണ്ടവർ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, കേരള സംസ്ഥാനത്ത് 14 ജില്ലകളുണ്ട്. 14 ജില്ലകളിൽ നമ്മൾ ഏറെക്കുറെ ഒരു കറക്റ്റ് മലബാർ എന്ന് നമുക്കൊരു വര വരച്ച് മാർക്കിടാൻ പറ്റില്ലെങ്കിൽ പോലും തൃശ്ശൂർ തൊട്ട് ഇപ്പുറത്ത് നമ്മൾ പൊതുവെ വടക്കൻ ജില്ലകളെന്ന് വേണമെങ്കിൽ പറയാം, എറണാകുളം തൊട്ട് അങ്ങോട്ട് തെക്കൻ ജില്ലകളും എന്ന് പറയാം. ഈ 2 പ്രദേശങ്ങളെ തിരുവിതാംകൂറിനെയും മലബാറിനെയും എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ അത് വിഭജിച്ചെടുക്കുകയാണെങ്കിൽ ജനസംഖ്യയുടെ കാര്യത്തിൽ ഈ വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ ജനസംഖ്യയുള്ള 53%. 40% അപ്പുറത്തുള്ളൂ. കേരളത്തിന്റെ വിഭവങ്ങൾ വീതിച്ചെടുക്കുന്നതിൽ വലിയ അന്തരം പക്ഷേ ഉണ്ട്. വിഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്തെ നമ്മുടെ ബജറ്റിന്റെ ഭൂരിപക്ഷവും ഏറെക്കുറെ 70%-ലധികം കേരളീയ ബജറ്റ് വിഹിതം മാറ്റിവെക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാനാണ്. ഇവിടെ റോഡുണ്ടാക്കാനും പാലുണ്ടാക്കാനും ഇവിടെ വലിയ വലിയ വികസനങ്ങൾ കൊണ്ടുവരാനും ചെറുപ്പക്കാരുടെ ജോലി കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഉൾക്കൊള്ളേണ്ടത് 80% നമ്മുടെ തുക അങ്ങോട്ട് വകമാറ്റി പോകുന്നത് അത് ശമ്പളത്തിലാണ്. വടക്കൻ കേരളത്തിലുള്ള 7 ജില്ലകളിലെ ആളുകളുടെ ജീവനക്കാരെന്ന് പറയുന്നത് കേവലം 23%. 70%-ലധികം തെക്കൻ ജില്ലകളിലാണ് സർക്കാർ ജീവനക്കാരുള്ളത്. എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ബജറ്റ് വിഹിതം ഈ മലബാർ മേഖലയിലേക്ക് കിട്ടുന്നില്ല. ഇവിടെ അവർക്ക് ശമ്പളമുണ്ടെങ്കിൽ മാത്രമേ ഇവിടുത്തെ ആ പണം ഇവിടെ ഒരു മണി ഫ്ലോ ഉണ്ടാവുകയുള്ളൂ. മണി ഫ്ലോ ഉണ്ടായാലും വികസനം ഉണ്ടാവുള്ളൂ. ഇവിടെ കൂടെ ശമ്പളക്കാരുണ്ട്, അവർക്ക് കിട്ടുന്ന ശമ്പളം ഇവിടെ ചെലവഴിക്കുകയാണെങ്കിൽ ഇവിടെ മണി ഫ്ലോ ഉണ്ടാകും. അത് തന്നെയാണ് വികസനം. അത് തന്നെയാണ് പ്രാദേശിക സാമ്പത്തിക വികസനം എന്ന് പറയുന്നത്. അതിവിടെ ഇല്ല, അത് അവിടെയാണ്. നമ്മൾ ഗവൺമെന്റ് കോളേജുകൾ എടുക്കുക. ഗവൺമെന്റ് കോളേജുകൾ അത് ഈ മലബാർ മേഖലയിൽ വളരെ കുറവാണ്. ഞാൻ കണക്ക് എന്നെ പറയുന്നില്ല, സമയമില്ല. മെഡിക്കൽ കോളേജുകൾ എടുക്കുക, വ്യവസായ സ്ഥാപനങ്ങൾ എടുക്കുക എന്ന് വേണ്ട നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ സ്റ്റേറ്റിന്റെ അതിന്റെ റിസോഴ്സസ് ഈ മലബാർ മേഖലയ്ക്ക് വളരെ കുറവാണ്. അപ്പൊ ഇവിടെ ഒരു കുറവുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ വളരെ രസകരമായ ഒരു സംഗതി, ഇപ്പോ പുതിയ ഗവൺമെന്റ് വന്നു. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 16 പേരും ഈ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. 16 സീറ്റാണുള്ളത്, 16 പേരും. മലബാർ മേഖലയിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് UDF-ന് വലിയ രീതിയിലുള്ള ജനപിന്തുണ കിട്ടിയ ഒരു മേഖലയാണ് മലബാർ. ഈ മലബാറിനെ കുറിച്ച് കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസ്, മുസ്ലിം ലീഗ് അടക്കമുള്ള UDF കഴിഞ്ഞ 5 വർഷം മുതൽ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അധികാരത്തിൽ ശ്രമിച്ചിരുന്നു, പരാജയപ്പെട്ടു പോയി. പക്ഷെ ഇപ്പോൾ അവര് വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തി, വലിയ പ്രതീക്ഷ നൽകി, വലിയ രീതിയിലുള്ള വികസന അജണ്ടകളുമായി വന്നു. വന്ന ഈ കേരളത്തിലെ UDF സർക്കാർ അതിന്റെ പ്രതിനിധികളോട്
പത്രക്കാർ ചോദിച്ചു, മലബാർ മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് നമുക്കറിയാം, ആണ്ടറിഞ്ഞു പോലെ നമ്മള് നേർച്ചൊക്കെ നടത്തുന്നത് പോലെ വർഷാവർഷം ഇവിടുത്തെ ചെറുപ്പക്കാര് വിദ്യാഭ്യാസ ഓഫീസുകൾക്ക് മുമ്പിലും കളക്ടറേറ്റിന് മുമ്പിൽ സമരത്തിലാണ്. എന്തിനാണ്? +1 സീറ്റ് കിട്ടാൻ. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 സീറ്റ് കിട്ടാൻ പുതിയ വിദ്യാഭ്യാസ പരിഷ്കാരം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അനുസരിച്ച് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ നയം സമൂലമായ മാറ്റങ്ങൾക്ക് വിധേയമാണ്. അത് അംഗീകരിച്ചേ പറ്റൂ. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ അംഗീകരിക്കണമെന്നോ അംഗീകരിക്കേണ്ടെന്ന രീതിയിൽ, പക്ഷെ കാര്യങ്ങളുടെ ഗതി നമ്മൾ പരിശോധിക്കുമ്പോൾ അംഗീകരിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം അടിസ്ഥാന വിദ്യാഭ്യാസമാണ്. നമ്മൾ 10ാം ക്ലാസ് എന്നുള്ളതല്ല. ഇത് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് 12ാം ക്ലാസ്സാണ്. ആ 12ാം ക്ലാസ് വരെ അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കാൻ മലബാർ മേഖലയിലെ ജില്ലകളിൽ വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ല എന്നത് നാം തിരിച്ചറിയേണ്ട അപകടകരമായ ഒരു വികസന പ്രശ്നമാണ്. ആരോഗ്യം നമുക്കറിയാം. ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ ഓരോ ജില്ലകൾക്കും ഓരോ മെഡിക്കൽ കോളേജ് കൊടുത്തപ്പോ അന്ന് കിട്ടിയ ഒരു മെഡിക്കൽ കോളേജ് ഇന്നും പരിതാപകരമായ അവസ്ഥയിലാണ്. ഒരു മെഡിക്കൽ കോളേജിന് ജില്ലാ ജനറൽ ആശുപത്രിയുടെ ബോർഡ് മാറ്റി പകരം ഒരു മെഡിക്കൽ കോളേജിന്റെ ബോർഡ് വെച്ചതിനപ്പുറത്തേക്ക് അതിന് മെഡിക്കൽ കോളേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു റഫറൽ ആരോഗ്യ സംവിധാനത്തിലേക്ക് വളർന്നിട്ടില്ല. സത്യമാണ്. അവിടെ മാത്രമല്ല, വയനാട് ശരിയായിട്ടില്ല, കാസർഗോഡ് ഇവിടത്തിൽ വളർന്നിട്ടില്ല. പക്ഷെ മറ്റു ജില്ലകൾ അതൊക്കെ ഓക്കെയാണ്. അപ്പൊ ആരോഗ്യരംഗം പ്രശ്നമാണ്. അത് ബെഡിന്റെ കാര്യത്തിൽ ഇത്ര രോഗികൾക്ക് ഇത്ര ബെഡ്, ഇത്ര രോഗികൾക്ക് ഇത്ര മനുഷ്യർക്ക് ഇത്ര ബെഡിന് കണക്ക് നോക്കുമ്പോ നമ്മൾ വളരെ പുറകില. ഈ രീതിയിലുള്ള ആരോഗ്യ രംഗത്തെ അങ്ങേയറ്റത്തുള്ള ഒരു വളരെ മോശമായ പരിതാപകരമായ ഒരു അധപതനത്തിൽ നമ്മൾ ഇവിടെ ഈ ജില്ലകളുള്ളത്. എന്നിട്ട് ഇത് അറിയാത്തൊരു സാധനമല്ലല്ലോ. ഇതൊക്കെ അറിയുന്ന ഇവിടുത്തെ ജനപ്രതിനിധികൾ, UDF സർക്കാർ മലബാർ മേഖലയ്ക്ക് വേണ്ടി ഒരു പാക്കേജ് അവതരിപ്പിക്കണമായിരുന്നു. ഇപ്പൊ പത്രക്കാർ ഇവിടുത്തെ ഈ മേഖലയിലെ മന്ത്രിമാർ ചോദിച്ചപ്പോ ഞങ്ങളത് പഠിക്കട്ടെ എന്നാണ് പറയുന്നത്. ജില്ലാ വിഭജനം മാത്രമല്ല അവർ പഠിക്കാൻ പോകുന്നത്, മലബാർ മേഖലയുടെ വികസനത്തെക്കുറിച്ചും അവർ പഠിക്കണമെന്നാണ് പറയുന്നത്. ഇത്ര വർഷമായിട്ടും ഈ മലബാർ മേഖലയിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ച് വോട്ട് വാങ്ങി വിജയിച്ച് മന്ത്രിമാരും സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും അതിനനുബന്ധമായ സർക്കാർ സംവിധാനങ്ങളുടെ എല്ലാവിധ ഓഹരികളും അത് ചോദിച്ചു വാങ്ങി അതിലൊക്കെ അടയിരിച്ചുകൊണ്ടിരിക്കുന്ന ഇവർക്ക് ഈ പ്രദേശത്ത് വോട്ട് ചെയ്യുന്ന സാമാന്യ ജനങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ച് എന്ത് കാഴ്ചപ്പാടാണ് ഉള്ളത് എന്ന് പറയണം. ഇവർ പറയണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ മേഖലയെക്കുറിച്ചുള്ള ഒരു വികസന അജണ്ട എന്തുകൊണ്ട് ഇവർ നടപ്പിലാക്കുന്നത്? ഒരു മലബാർ പാക്കേജ് വേണം. പക്ഷെ എന്താണ് മലബാറിന്റെ പ്രശ്നം? എന്തൊക്കെ ഇവിടെ വേണമെന്നതിനെ കുറിച്ച് പൊതുസമൂഹത്തിന് ഒരു ധവളപത്രം ഇറക്കി അതിനൊരു വികസന പാക്കേജ് ഇവിടെ അവതരിപ്പിക്കണം. എന്നാലേ നേരാവുള്ളൂ. മലപ്പുറം ജില്ല വീട്ടിലൊക്കെ തർക്കമില്ലാത്ത എത്തിക്കുന്നുണ്ട്. വളരെ കുറച്ചാളുകൾക്കേ പ്രശ്നമുള്ളൂ, വളരെ കുറച്ചാളുകൾക്ക്. പക്ഷെ അപ്പോഴും ഇവർക്കൊക്കെ ചില ബേജാറുണ്ട്. നമ്മളെ മന്ത്രിമാർക്ക് നേതാക്കന്മാർക്ക് ചില ബേജാറുണ്ട്. ആ ബേജാർ എന്താണ്? എല്ലാ കാലത്തും നമുക്കറിയാം, മലപ്പുറം ജില്ല 1969 ജൂൺ മാസം 16-ാം തീയതി EMS മന്ത്രിസഭ കേരളത്തിൽ മലപ്പുറം എന്നൊരു ജില്ല രൂപീകരിച്ചപ്പോ അന്ന് ഇച്ഛാശക്തിയോടുകൂടി, നമുക്ക് എന്തൊക്കെ വിയോജിപ്പുണ്ടെങ്കിൽ പോലും അന്ന് ഇച്ഛാശക്തിയോട് EMS ഗവൺമെന്റ് ഈ ജില്ല പ്രഖ്യാപിച്ചു. ലീഗിന്റെ ശക്തമായ അതിന്റെ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നിഷേധിക്കുന്നില്ല. വെറുതെ അനാവശ്യമായോ അതല്ലെങ്കിൽ അന്യായമായ ആരെങ്കിലും അവരുടെ പങ്കിനെ നമ്മൾ തള്ളി പറയുന്നില്ല. പക്ഷെ അന്ന് കോൺഗ്രസ് അടക്കമുള്ളവർ, ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരടക്കമുള്ളവർ, അതിലപ്പുറം RSSന്റെ താല്പര്യത്തോടുകൂടി മലപ്പുറം ജില്ല വന്നാൽ അത് കുട്ടി പാകിസ്ഥാനാവുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു മതപരമായ വിഭജനത്തിന് അത്തരമൊരു പ്രഖ്യാപനത്തെ
ഉപയോഗപ്പെടുത്താൻ നോക്കിയവരെ കഥ നമുക്കറിയാം, വിശദമായതിലേക്ക് പോകില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ അത് മതപരമായ ഒരു വിഷയമാക്കി ഇതിന്റെ ഈ പ്രദേശത്തെ ജനങ്ങളെ ഇതിന് ഡൈവേർഷൻ നടത്തിക്കൊണ്ടുപോകുന്നത് അപകടകരമായ ഒരു കാര്യമാണ്. അതിനെ ഓവർകം ചെയ്യാനുള്ള കരുത്തും ഇച്ഛാശക്തിയും ഇവിടുത്തെ MLA-മാരും പാർട്ടികളും കാണിക്കേണ്ടതുണ്ട്. അത് പറയുമ്പോൾ ഇവർക്ക് ബേജാറാണ്. ഇവിടെ ഒരു ജില്ല വന്ന എന്തൊക്കെ ഗുണം കിട്ടും? ഇപ്പൊ തിരൂർ ആസ്ഥാനമായി നിങ്ങൾ എന്ത് പേരിട്ടോ? തിരുരങ്ങാടി. ഇവർക്ക് ചെറിയൊരു പേടി, STPI പറഞ്ഞതാണ് തിരൂർ ജില്ല, അതുകൊണ്ട് ആ പേര് വേണം നമുക്ക്. തിരുരങ്ങാടി ഇല്ലാക്കാൻ ലീഗ് പറഞ്ഞു, ആയിക്കോട്ടെ, നമുക്കതിന് വാശിയൊന്നുമില്ല. തിരുരങ്ങാടി എന്നുള്ളത് നീ വേണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കുറെ കൂടി ഇഷ്ടപ്പെട്ട് വേറെ പേരിട്ടോ, അതും കുഴപ്പമില്ല. എന്തായാലും ജില്ല വിഭജിക്കണം. അതിന് തിരൂരെന്നോ തിരങ്ങാടിയെന്നോ തേഞ്ഞിപ്പലെന്നോ അല്ലെങ്കിൽ താനൂരെന്നോ പേരിട്ടോളൂ. ഒരു ജില്ല വേണം ഇവിടെ. അത് ഒരു തത്വത്തിന് സമ്മതമാണല്ലോ. ഈ ജില്ല വന്ന് എന്താ ഉണ്ടാവുക? സ്വാഭാവികമായും ആ ജില്ലക്ക് ഒരു മെഡിക്കൽ കോളേജ് പുതുതായി ഉണ്ടാവും, അവിടെ ഒരു പുതിയ ജില്ലാ ആശുപത്രി ഉണ്ടാവും, അവിടെ പുതിയൊരു കളക്ടറേറ്റ് ഉണ്ടാവും, അവിടെ ഒരു പുതിയ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഓഫീസ് ഉണ്ടാവും, ധാരാളം ജില്ലാതല സർക്കാർ ഓഫീസുകൾ, കാർഷിക രംഗത്ത്, വ്യവസായ രംഗത്ത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ജില്ലാ ഓഫീസുകൾ അവിടെ വേറെ വരും. പുതിയ വിദ്യാഭ്യാസ ഓഫീസ് വരും. ആ ജില്ലയ്ക്ക് വേണ്ടി പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരും. നമുക്കറിയാലോ, പലപ്പോഴും ജില്ലാടിസ്ഥാനത്തിൽ ഓഹരി വെക്കുന്ന ഒരുപാട് വികസന കാര്യങ്ങളുണ്ട്. ജില്ലാടിസ്ഥാനത്തിൽ അങ്ങനെ ഓഹരി വെക്കുമ്പോൾ കിട്ടാനുള്ള പ്രശ്നവും കാസർഗോഡ് നമുക്കറിയാം. വയനാട് ജില്ലയുടെ 5 ഇരട്ടി ജനങ്ങൾ ഈ മലപ്പുറത്തുണ്ട്. വയനാട്, കാസർഗോഡ്, ഇടുക്കി, ആലപ്പുഴ അടക്കം 4 ജില്ലകളുടെ ജനസംഖ്യ ഈ മലപ്പുറത്തുണ്ട്. ഇന്ന് കേരളത്തിലുള്ള 14 ജില്ലകളിൽ 4 ജില്ലകളുടെ ജനസംഖ്യ ഈ മലപ്പുറത്തുണ്ട്. വയനാടിന്റെ 5 ഇരട്ടിയുണ്ട് ഇവിടെ. അപ്പൊ ഇവിടേക്ക് ഒരു മെഡിക്കൽ കോളേജ് കിട്ടിയാൽ എങ്ങനെയാണ് ഈ ജനങ്ങൾ ഉൾക്കൊള്ളുക? 2011 കണക്കനുസരിച്ച് 41 ലക്ഷം ജനങ്ങളുണ്ട്. ഇപ്പോൾ 50 ലക്ഷമാണെന്ന് തർക്കമില്ലാത്ത കാര്യമാണ്. 1/2 കോടി ജനങ്ങളുള്ള മലപ്പുറത്തിനും കേവലം 7 ലക്ഷം മാത്രമുള്ള വയനാടിനും ഒരുപോലെ വികസനം. ഏത് ബുദ്ധിയില്ലായ്മയാണിത്? ഞാൻ പറയുന്നത്, തിരൂർ ജില്ല വന്നാൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാവും, പുതുതായിട്ട് ഒരു ജില്ലാ ജനാശുപത്രി ഉണ്ടാവും, പുതിയ കളക്ടറേറ്റ് ഉണ്ടാവും, എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും. പ്രൊമോഷൻ കിട്ടും ആളുകൾക്ക്, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക്, അതുപോലെ തന്നെ സിവിൽ സർവീസിലെ എല്ലാ തലങ്ങളിലും അവർക്ക് പ്രൊമോഷൻ കിട്ടും. കാരണം പുതിയ ജില്ലകൾക്ക് പുതിയ ഓഫീസുകളും സംവിധാനങ്ങളും വരുമ്പോൾ ഒരുപാട് പ്രൊമോഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ വേറൊന്ന്. അതിനപ്പുറം ഭരണ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് കൈയെത്തുന്ന ദൂരത്ത് കിട്ടും. അതാണ് എന്റെ പ്രധാനം. ജനങ്ങൾക്ക് കൈയെത്തുന്ന ദൂരത്ത് ഈ വികസന സംവിധാനങ്ങളുടെ കേന്ദ്രങ്ങൾ കിട്ടും അവർക്ക്. അതാണ് ഇതിന് പ്രധാനം. ഇത് അനുഭവിക്കുന്ന ജനങ്ങളാണ്. അവർക്ക് മെഡിക്കൽ കോളേജ് കിട്ടുമ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ കിട്ടും, പുതിയ വിദ്യാഭ്യാസ ജില്ലകളിൽ വൻ സൗകര്യങ്ങൾ കിട്ടും, ജില്ലാ ജനലാശുപത്രിയുടെ വൻ സൗകര്യങ്ങൾ കിട്ടും, ഒരുപാട് സൗകര്യങ്ങൾ കിട്ടും. ഈ സൗകര്യങ്ങൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് പുതിയ ജില്ലയാണ്, മലപ്പുറം ജില്ലയാണ് ഇത് വിഭജിച്ചു വന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ മാത്രമേ ഈ മെഡിക്കൽ കോളേജിലേക്ക് പോകാവൂ എന്ന് ഒരു സർക്കാർ ഉത്തരവുണ്ടാവില്ല. അത് ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും ജൈനനും ആരൊക്കെയുണ്ടോ മതമുള്ളവനും ഇല്ലാത്തവർക്കും ഒരുപോലെ ആ സൗകര്യങ്ങൾ അനുഭവിക്കാമെങ്കിൽ പിന്നെ എന്തിനാ ഇത് മതത്തിന്റെ പേര് പറയുന്നത്? അങ്ങനെ പേര് പറഞ്ഞ് ഇവിടെ RSSകാരൻ പ്രശ്നമുണ്ടാക്കിയാണെങ്കിൽ അവരോട് ശക്തമായ ഭാഷയിൽ അടങ്ങിയിരിക്കുന്ന പറയാനുള്ള ചങ്കൂറ്റം ഇവിടുത്തെ ഭരണാധികാരികൾ കാണിക്കണം. അതിന് കുറവാണുള്ളത്. KM ഷാജിയോട് പത്രക്കാർ ചോദിച്ചപ്പോ അയാളുടെ സ്വാതന്ത്ര്യത്തിന്റെ കാര്യം പറഞ്ഞു. ഒരു പുതിയ സ്വാതന്ത്ര്യം. നമ്മളൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യം നമുക്കറിയാം. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് ഈ 150 കോടിയോളം വരുന്ന ഇന്ന് ജനങ്ങളുള്ള ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അങ്ങേയറ്റം തീക്ഷ്ണമായ സമരങ്ങളിൽ, തീക്ഷ്ണമായി തീജ്വാരകൾ ഉയർത്തിയ പോരാട്ടങ്ങളിൽ ജീവനവും ജീവിതവും അർപ്പിച്ച ഒരു സമൂഹം ജീവിക്കുന്ന ജില്ലയാണ് മലപ്പുറം. അതുകൊണ്ട് സ്വാതന്ത്ര്യം നമ്മുടെ ആരും പഠിപ്പിക്കുന്നതല്ല. പറഞ്ഞു വരുന്നത്, നമ്മുടെ KM ഷാജിക്ക് ഒരു പുതിയ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ പത്രക്കാർ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം മലബാർ പ്രശ്നത്തെക്കുറിച്ച്? അതുപോലെ തന്നെ കേരളത്തിലെ 3 സർവകലാശാല VC-മാർ RSSന്റെ ദേശീയ കാര്യവാഹക് പങ്കെടുത്ത
RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു സമ്മേളനത്തിൽ കേരളത്തിലെ 3 സർവകലാശാലകളുടെ VC-മാർ പങ്കെടുത്തതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? കേരളം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന VD സതീശൻ സർക്കാർ RSS വൽകൃതമായിക്കൊണ്ടിരിക്കുന്ന, കാവ്യവൽകൃതമായിക്കൊണ്ടിരിക്കുന്ന നടപടിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അതിൽ ഷാജി പറയാണ്, RSSനെ എതിർക്കാതിരിക്കാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. എന്തോരു നല്ല സ്വാതന്ത്ര്യം! RSSനെ എതിർക്കാതിരിക്കാനുള്ള എല്ലാം ആ ചങ്കൂറ്റം. മുമ്പ് നിങ്ങൾക്കറിയാലോ, മൈക്കിന്റെ മുമ്പിൽ നിന്നിട്ട് വിയർത്തൊരിച്ചിട്ട് കൈയും കാലും കൊടുത്തിട്ട് അതിശക്തമായ ഭാഷയിൽ ഭയങ്കരമായ എന്താ പറയാ ഒരു പവർ ഉപയോഗിച്ച് ഒരു 10,000 വാട്സിൽ സംസാരിക്കുന്ന ഷാജിക്ക് ഇപ്പൊ ആ സംസാരത്തിന്റെ ആ പവറും ഇല്ല, ആ ഒരു എനർജി ഇല്ല, 10,000 വാട്സും ഇല്ല. എന്താ ആ ഊർജം അയാൾക്ക് പറയാമായിരുന്നല്ലോ. RSSനെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്ന് പറയാനുള്ള ചങ്കൂറ്റമായിരുന്നു KM ഷാജി കാണിക്കേണ്ടിയിരുന്നത്. അതല്ലാതെ RSSനെ എതിർക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്ന് പറയാൻ അതൊക്കെ വളരെ ചീപ്പായി പോയില്ലേ ഷാജി? തരാ നിങ്ങളെ ആ ഗ്രാഫത്തെ താഴത്തേക്ക് പോയി. ഈ ഇലക്ഷൻ നടക്കുന്ന കുറച്ച് മുമ്പ് നിങ്ങൾ നടന്ന കുറെ പ്രസംഗങ്ങളുണ്ടല്ലോ, തീപ്പൊരി പ്രസംഗങ്ങൾ. അതിൽ നിങ്ങൾ ഉയർത്തിയ ഭയങ്കരമായ ഒരു ആവേശമുണ്ടല്ലോ. നിങ്ങൾ ഇന്ത്യയിലെ ഭാഷശക്തിക്കെതിരെ മുൻകാലങ്ങളിൽ നിങ്ങൾ പറയാത്ത അത്ര ശക്തമായ നിലപാട് പറഞ്ഞല്ലോ. താഴത്തേക്ക് പോയി ഷാജി. നിങ്ങളിപ്പോ ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് കുറച്ച് മന്ത്രിമാരാകണം, ആ മന്ത്രിമാർ കുറച്ച് സ്റ്റാഫ് ഉണ്ടാകണം, അവർക്ക് കൊടികുത്തിയ കാറുണ്ടാവണം, അവർക്ക് ഭയങ്കരമായ ഒരു മാഹോൽ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒരു മന്ത്രിമാരുടെ ഒരു മാഹോൽ. അതിങ്ങനെ പോയി പോലീസുകാർ സല്യൂട്ട് അടിക്കാന്, അതിപ്പോ സല്യൂട്ട് അടിക്കാൻ അടുപ്പിക്കും. നമ്മുടെ കൊണ്ടോട്ടി MLA ഒരു RTO മീറ്റിംഗ് ഓഫീസിൽ പോയിട്ട് അവിടുത്തെ പോലീസുകാരെ നിലനിർത്തി ഒരു ഗാർഡ് ഓഫ് ഓണർ പരിശോധിപ്പിക്കുന്ന അങ്ങനെ ഉണ്ടല്ലോ, ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്ന രീതിയിലാണ് പിന്നെ MLA ആ ഉദ്യോഗസ്ഥന്മാരുടെ സല്യൂട്ട് സ്വീകരിച്ചത്. എന്നിട്ട് RTOന്റെ കസ്റ്റഡി പോയി ഇത് ചെയ്തു. കുറച്ചൊക്കെ റുസറും പടി ഉടുപ്പൊക്കെ മനുഷ്യന്മാർക്ക് വേണ്ടിയിരുന്നു, പണ്ട് കാര്യമില്ല. അപ്പൊ അപ്പൊ ഞാൻ മനസ്സിലായി ഇവർക്കൊരു പോലീസിന്റെ എസ്കോർട്ട്, പോലീസിന്റെ വലയം, അതിലപ്പുറം പകരം കൊടികുത്തിയ കാറ്, അതിലിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഞാൻ മന്ത്രിയാണെന്നുള്ള ഒരു പവറും പത്രാസൊക്കെ വെച്ച് ഇങ്ങനെ പോകണം എന്നതിലപ്പുറത്തേക്ക് ഈ കേരളത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾക്ക് ഇവിടുത്തെ UDF-നോട് പറയാനുള്ളത്, കേരളത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യ രാജ്യത്തെ 10-20 സംസ്ഥാനങ്ങളിലും 8ഓളം കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ വിഭിന്നമായി കേരളത്തിന് മാത്രം നാം എന്ന അഭിമാനത്തോടുകൂടി കേരളീയ സമൂഹം വിളിച്ചു പറഞ്ഞൊരു നമ്മുടേതായ ഒരു അഭിമാനബോധം ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയുണ്ട്. അതാണ് മതനിരപേക്ഷത എന്ന് പറയുന്നത്. മതനിരപേക്ഷത കേരളം എന്ന് അഭിമാനത്തോടുകൂടി നാം ഉച്ചസ്ഥരം ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നമ്മുടെ മാത്രം പ്രത്യേകതയാണ്. കേരളത്തിന്റെ ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ അവിടെ RSSകാരുടെയും സംഘപരിവാര ശക്തികളുടെയും അവരുടെയൊക്കെ അങ്ങേയറ്റത്തെ മതാന്തത മൂത്ത അവരുടെ ആ വർഗീയ വിദ്വേഷം ആടിക്കത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ കുറച്ചെങ്കിലും മതനിരപേക്ഷമായി നിലകൊള്ളുന്ന ഒരു സമൂഹമുണ്ട് ഇവിടെ. അതേക്കുറിച്ചാണ് നമ്മൾ വാചാലമായിരുന്നത്. പക്ഷെ ആ കേരളം ഇന്ന് മതനിരപേക്ഷതയിൽ നിന്ന് മാറി മതഭ്രാന്തന്മാർക്ക് വഴിമാറി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കേരളം മാറുകയാണ്. കേരളത്തിന്റെ ഭരണത്തിലേക്ക് കയറുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ്, റിസൾട്ട് വരുന്നതിന് മുമ്പ് VD സതീശൻ എന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഒന്ന് മനസ്സിലാക്കേണ്ടത്, VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് ഒരു പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അദ്ദേഹം ഓടുന്ന കാർ ഗവൺമെന്റിന്റെ വണ്ടിയാണ്, പൊതുഖജനാവിനുള്ള വണ്ടിയിലാണ് ഓടുന്നത്. അദ്ദേഹത്തിന് അവിടെ കണ്ടോൺമെന്റ് ഹൗസ് ഉണ്ട്, ഒരു സർക്കാർ വീടുണ്ട്, ഓഫീസ് സ്റ്റാഫുണ്ട്. വെറും പ്രതിപക്ഷ നേതാവല്ല, സർക്കാരിന്റെ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ആണ് അന്ന് അദ്ദേഹം മംഗലാപുരത്തേക്ക് 4 മണിക്കൂർ 45 മിനിറ്റ് കൊണ്ട് തൃശൂരിൽ നിന്ന് കയറിയിരുന്നാൽ മംഗലാപുരത്തെത്തുന്ന വന്ദേ ഭാരത് ട്രെയിനുള്ള ഒരു സ്റ്റേറ്റിൽ 4 മണിക്കൂറും 45 മിനിറ്റും മതി അദ്ദേഹം അവിടെ മംഗളൂരെത്തും. അതിനാണ് ഒരു ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത്, അറിയാലോ, കാരണം പറഞ്ഞാൽ അവർക്ക് മാത്രമായി വിളിച്ചിട്ട് അങ്ങോട്ട് മംഗലാപുരം പോവാണ്. അവിടെ പോയിട്ട് അയാൾ കണ്ടത്, അവിടെ കർണാടക ഭരിക്കുന്ന അവിടുത്തെ മുഖ്യമന്ത്രി കോൺഗ്രസുകാരനാണ്, അദ്ദേഹത്തെ കണ്ടിട്ടില്ല.
ഉപമുഖ്യമന്ത്രി കോൺഗ്രസ്സുകാരാണ്, കണ്ടിട്ടില്ല. കർണാടകത്തിൽ UT ഖാദർ എന്ന് പറയുന്ന കേരളത്തോട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രി ഉണ്ട് അവിടെ, അദ്ദേഹത്തെ കണ്ടിട്ടില്ല. കണ്ടത് BJPയുടെ നേതാക്കളെയും BJPയുടെ സഹകക്ഷികളായ ഇന്ത്യയിലെ മുന്നണിയിലെ കക്ഷികളായ നേതാക്കന്മാരെയും. ഇന്ത്യ രാജ്യത്ത് BJPയുടെ ബിനാമിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അദാനി കമ്പനിയുടെ കമ്പനി ഏറ്റവും അങ്ങേയറ്റം എതിർക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യയിൽ അദാനി കമ്പനിക്ക് ഏറ്റവും ശക്തമായി എതിരായി ആരും ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി അങ്ങേയറ്റം എതിർക്കുന്ന അദാനിയുടെ ഗ്രൂപ്പ് ലീഡറെയാണ് അവിടെ പോയിട്ട് നമ്മുടെ VD സതീശൻ കണ്ടത്. അദ്ദേഹം അത് പരാമർശം വന്നപ്പോ അതിന് മറുപടി പറയാൻ ഒരു മാസം എടുത്തു വേണം. ഇത് പറഞ്ഞു, ഞാൻ അവിടെ പോയത് ആര്യാടന്റെ ബന്ധുക്കളെ കാണാനാണ്. ഇന്നലെ ആരോ പറഞ്ഞു ആര്യാടൻ ഇവിടെ നിലമ്പൂരാണ്, ഇന്നേ വരെ ആര്യാടന്റെ പേരിക്ക് അയാൾ പോയിട്ടില്ല. ഇത്രയും കാലത്ത് അയാളെ 62 വയസ്സായിരിക്കണം സതീശന്. ആര്യാടനെ കാണാൻ ഇവിടെ നിലമ്പൂർക്ക് പോയിട്ടില്ല. പക്ഷെ ആര്യാടന്റെ ബന്ധുവിനെ കാണാൻ ഫ്ലൈറ്റ് ഒറ്റയ്ക്ക് വിളിച്ച് ചാർട്ട് ചെയ്തിട്ട് മംഗലാരം പോയിക്കണത്. ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ അന്നം തിന്നാത്ത മനുഷ്യന്മാരായിരിക്കും തരും കേരളത്തിൽ. എന്തിനും ഞാനൊക്കെ വിശദമായി പോവല്ല. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ അന്ന് മുതൽ റിസൾട്ട് വരുന്നതിന് മുമ്പേ BJP NDA നേതാക്കന്മാരെ പോയി കണ്ട് ആശീർവാദം നേടുകയും അദാനിയുമായി കോൺഗ്രസ് എതിർക്കുന്ന രാഹുൽ ഗാന്ധി എതിർക്കുന്ന അദാനി ഗ്രൂപ്പുമായി സന്ധി സംഭാഷണം നടത്തി ഡീൽ ഉറപ്പിച്ച് ഇവിടെ വരികയും പിറ്റേന്നല്ല പിന്നെ ദിവസങ്ങൾക്ക് ശേഷം കേരളത്തില് സത്യപ്രതിജ്ഞ ചൊല്ലിയപ്പോ RSSന്റെ താല്പര്യമായ അജണ്ടയായ വന്ദേമാതരം അതിന് 6 ഖണ്ഡികയും ചൊല്ലി അവരോട് കൂറ് പുലർത്തി മുന്നോട്ട് പോകുന്ന VD സതീശൻ സർക്കാർ. ഒരുപാട് എല്ലാവർക്കും അറിയാം, പറയുന്നില്ല. അതിനുശേഷം കേരളത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഇലക്ഷൻ കമ്മീഷൻ കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ നിന്ന് താഴത്തെ ലെഫ്റ്റിലേക്കുള്ള ഇലക്ഷൻ കമ്മീഷന്റെ സർക്കുലർ പോയപ്പോ അവിടെ അതിൽ ഇലക്ഷൻ കമ്മീഷന്റെ സീൽ വെക്കുന്നതിന് പകരം BJPയുടെ സീൽ വെച്ചുകൊണ്ട് താഴത്തേക്ക് സർക്കുലർ അയച്ച രത്തൻ യു കേൽക്കർ എന്ന് പറയുന്ന RSSന് വേണ്ടി പണിയെടുത്ത രത്തൻ യു കേൽക്കറെ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ട് 1ാം നിയമനം നടത്തി. 2ാം നിയമനം നടത്തിയത് കേരളത്തിൽ അങ്ങേയറ്റം മതവിദ്വേഷം വളർത്തിയ മറുനാടൻ മലയാളിയുടെ എഡിറ്റർ റോയ് മാത്യുവിനെ. കേരളത്തിൽ ലവ് ജിഹാദുണ്ടെന്ന് അങ്ങേയറ്റം തെറ്റായ കള്ളപ്രചാരണം നടത്തിയ റോയ് മാത്യുവിനെ 2ാം നിയമനം നടത്തി പ്രസ് സെക്രട്ടറി ആയിട്ട്. കേരളത്തിലെ MG സർവകലാശാലയുടെ VC ആയിട്ട് ഗവർണറുടെ നോമിനിയെ മാത്രം കൊടുത്ത് അവിടെ BJPക്കാരനെ കുടിയിരുത്തി. എന്നാൽ ഒരു ആവശ്യത്തിനെങ്കിലും 3 ആളുടെ പാനൽ കൊടുക്കാം, 3 ആളുടെ സർക്കാരിന് കൊടുത്തില്ല. ഗവർണറുടെ പാനലിൽ ആളെ മാത്രം കൊടുത്തു. 2 ആൾ ഏറ്റവും ചുരുങ്ങിയത് അതില് കേരളത്തിന്റെ കമ്മിറ്റി കൂടി 2 ആളെങ്കിലും നമ്മുടെ ആള് കൊടുക്കായിരുന്നു, കൊടുത്തില്ല. MG സർവകലാശാലയുടെ സെനറ്റിലേക്ക് 30 അംഗങ്ങളിലെ സെനറ്റിലേക്ക് 19 പേരും RSSകാർ കൊടുത്തു. ഗവർണർ ഒരാളെയും ഒരു എതിർത്തില്ല. അതിന് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് നമ്മൾ തോഴൊന്നും തല്ലുവിടാൻ നിൽക്കേണ്ടതാണ്. ആരോട്? RSSനോട്. കേന്ദ്ര സർക്കാരിനോട് ഒരു ഷണ്ടക്കില്ല. അവരെന്തോ ചെയ്തോട്ടെ, യൂണിവേഴ്സിറ്റി ഭരിച്ചോട്ടെ, ചാൻസലർ വൈസ് ചാൻസലർ ആയിക്കോട്ടെ, എല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ ആയിക്കോട്ടെ. അത് മാത്രമല്ല, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കേരളത്തിന്റെ ഭരണവുമാക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു. എങ്ങനെ? 11 മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഓരോ സ്റ്റാഫിനും RSSകാരെ കൊണ്ടേ കൂടിയിരുത്തി. ഇപ്പോ കോൺഗ്രസ് രസകരമായ സംഗതി, കേരളത്തിന് 102 സീറ്റ് നേടിക്കൊടുക്കാൻ വേണ്ടി അങ്ങേയറ്റം കഠിനാധ്വാനം ചെയ്ത കോൺഗ്രസ് എന്ന പാർട്ടിയുടെ യുവജന വിഭാഗമായ യൂത്ത് കോൺഗ്രസ്, അവരുടെ മഹിളാ കോൺഗ്രസ്, അവരുടെ അഡ്വക്കേറ്റ് വിഭാഗം, അവരുടെ സർവീസ് സംഘടന അധ്യാപക വിഭാഗം, ഇതിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്. ഇവരൊക്കെ കഴിവില്ലാത്തവരും കഴിവട്ടവരും. അതല്ലെങ്കിൽ ഒരു കോൺഗ്രസുകാരനും കേരളത്തിന്റെ മന്ത്രിമാരുടെ സ്റ്റാഫിൽ ഞങ്ങൾ പോകാൻ യോഗ്യതയില്ല, അവിടെയൊക്കെ കുടിയിരുത്തേണ്ടത് RSSകാരാണ് എന്ന് തീരുമാനിച്ച് പ്രഖ്യാപിച്ചതുപോലെ അവിടെയൊക്കെ RSSകാർ ഓരോ മിനിസ്റ്റർ സ്റ്റാഫിലുണ്ട്. ഈ രീതിയിൽ ഇപ്പൊ കണ്ടില്ലേ സതീശൻ ഷാജി പറയുന്നത് RSSനെ എതിർക്കാതിരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ട്.
കേരളത്തിൽ അങ്ങേയറ്റം കഴിഞ്ഞ PMGശ്രീ ആ പദ്ധതി കൊണ്ടുവന്നപ്പോൾ അതിന് അങ്ങേ എതിർത്ത ഈ ലീഗും യൂത്ത് ലീഗും അതിന്റെ പ്രമുഖനായ നേതാവ് സംസ്ഥാന ലീഡറൊക്കെ ഷംസുദ്ദീൻ മന്ത്രിയായപ്പോ പറയാണ് അതിപ്പോ ഞങ്ങള് അവരിങ്ങനെ ഉണ്ടാക്കി വന്ന തുടർച്ച എന്നൊക്കെയാണ് പറയുന്നത്. കുറച്ചൊക്കെ ഒരു ഉത്സവം കൂടിയൊക്കെ കാണും. പറഞ്ഞത് ഇത്രയുള്ളൂ. കേരളത്തിന്റെ ഭരണം RSSന് തീരെഴുതി കൊടുത്ത് അവര് ഭരിച്ചോട്ടെ, ഞങ്ങളൊക്കെ മന്ത്രിമാരായി നിന്നാ മതി എന്ന തലത്തിലേക്ക് ഇവർ തരം താഴുകയാണ്. അപ്പൊ ഞാൻ ഇതിവിടെ പറയേണ്ട സംഗതിയല്ല എന്ന് പറയാൻ കാരണം, ഈ മലപ്പുറം ജില്ല കുറിച്ച് പറയുമ്പോ അത് വിഭജിച്ച് ഇവിടെ 2 ജില്ലയായി ഈ പ്രദേശത്തെ അവികസിതമായ, ഇവിടെ ഒരുപാട് പ്രതിസന്ധികളുള്ള വികസനത്തിന്റെ ശരിയായ ശ്വാസം നടത്താൻ അവസരമില്ലാത്ത ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് വികസനത്തിന്റെ വെള്ളി വെളിച്ചം നൽകാൻ ഒരു വലിയ വികസന അജണ്ടയായി ഈ ജില്ല വിധിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് പറയുമ്പോ RSSകാരനോ ഇവിടെ അതുപോലുള്ള രാജ്യത്ത് മതവിദ്വേഷ പ്രചാരകരോ നടത്തുന്ന ആ ജൽപ്പനങ്ങൾക്ക് അവർക്ക് മുമ്പിൽ ഇവര് കുമ്പിട്ടുകൊണ്ട് അതിന് വഴിപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജില്ല വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കുക മാത്രമല്ല ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരു ശതമാനം പോലും വികസന വെളിച്ചം നൽകാൻ സാധ്യമാകില്ല എന്ന് തിരിച്ചറിയുകയാണ്. ഭരണം ഇനിയും ഇലക്ഷൻ ഇനിയും വരും. ജനങ്ങൾക്ക് കൊടുത്ത കുറെ വാക്കുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിന്റെ മതനിരപേക്ഷതക്ക് കോട്ടം തട്ടുന്നു എന്ന ഒരാശങ്ക പിണറായി സർക്കാരിന്റെ മേൽ പതിച്ചപ്പോഴാണ് കേരളത്തിലെ ജനതയുടെ വോട്ട് അവർക്ക് കിട്ടിയത്. അത് മറക്കണ്ട. ആ നിരപേക്ഷതയെ RSSന് തിരികെ കൊടുക്കാനാണ് നിങ്ങളെ താല്പര്യമെങ്കിൽ നിങ്ങൾക്കെതിരെ ശക്തമായ ജനരോഷമുണ്ടാകും. ആ ജനരോഷത്തിന് മുമ്പിൽ SDP ഉണ്ടാകുമെന്ന് അവർ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇത്തരം ജനരോഷങ്ങൾക്ക് അടിമപ്പെട്ട് ഈ ജില്ലയിലെ ജനങ്ങളോട് ക്രൂരത കാണിക്കരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഈ തുടർ സമര പ്രഖ്യാപനം അതിന്റെ സന്ദേശമാണ് നൽകുന്നത്. കഴിഞ്ഞ 10-15 വർഷമായി ഞങ്ങൾ ജനങ്ങളുമായി സംസാരിച്ച്, ഉദ്യോഗസ്ഥന്മാരുമായി, ഇവിടുത്തെ ബഹുജനങ്ങളുമായി സംസാരിച്ച് ഉണ്ടാക്കിയെടുത്ത ഈ രാജ്യത്തിന്റെ വികസനത്തിനോടുള്ള ഒരു നല്ല ഒരു കാഴ്ചപ്പാട് അത് തുടർന്നു പോകാൻ അല്ലെങ്കിൽ അതിനെ മെറ്റീരിയലൈസ് ചെയ്യാനുള്ള സുവർണാവസരമാണ് നിങ്ങൾക്കുള്ളത് എന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിനായി നിങ്ങൾ ഈ ജില്ല വിഭജിച്ച് പുനരുപീകരിക്കാനുള്ള തീരുമാനമെടുക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ തുടർ സമര പ്രഖ്യാപനം ഇവിടെ ഉദ്ഘാടനം അറിയിച്ചുകൊള്ളുന്നു. JSTPI.